അന്നത്തെ ഇങ്ങനെയായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന വാഹനം ഇതാണ്, എന്റെ വീട് ഇങ്ങനെയായിരിക്കും, ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഭാവിയെ കുറിച്ച്, നമ്മളെ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് കാഴ്ചപ്പാടുമില്ല. അവിടെയാണ് നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസായം എന്നുള്ള രീതിയിലേക്ക്, ഒരു വ്യവസായിയുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ ഇപ്പോൾ ദാരിദ്ര്യത്തിന്റെ ഒരവസ്ഥയിൽ നിന്നും മാറേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ മാറ്റമാണ് നമ്മളുടെ ഉള്ളിലുള്ള കഴിവുകളെ തൊട്ടുണർത്തുന്നത്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഈ മൈൻഡ് സെറ്റിൽ വരുന്ന മാറ്റമാണ്. ഐ ക്യാൻ എന്ന് പറയുന്ന, എന്നെ കൊണ്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന്, നല്ല വേനൽക്കാലത്ത് നമ്മളൊരു കുളത്തിന്റെ വക്കലൂടെ യാത്ര ചെയ്യാന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ടും നല്ല ചൂടുള്ള സമയമാണെങ്കിൽ, നമ്മള് നീന്തൽ അറിയുന്ന വ്യക്തിയാണെങ്കിൽ എന്താ ആഗ്രഹിക്കും? ആ കുളത്തിൽ നിന്ന് ഇറങ്ങി നീന്തി കുളിച്ചാലോ. ആ നീന്തി കുളിക്കുന്നതിന്റെ ആ സുഖം നമ്മൾ ഫീൽ ചെയ്യും. നീന്തൽ അറിയാത്തവന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാനെങ്ങാനും കൈയും കാലും തട്ടി ആ കുളത്തിലേക്ക് വീണാലോ എന്നൊരു പേടിയാണ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരേ സാഹചര്യത്തിൽ കൂടെ പോകുന്ന രണ്ട് വ്യക്തികൾക്ക് ഉണ്ടാവുന്ന വ്യത്യസ്തമായ ചിന്തകളാണ്. ഇവിടെയും നമ്മളുടെ ഈ ബിസിനസ്സിൽ, ഈ വ്യവസായത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ആ മൈൻഡ് സെറ്റിനെ, അതായത് കുളത്തിൽ വീഴുമോ എന്നുള്ള മൈൻഡ് സെറ്റിനെ, ഞാൻ മുങ്ങിച്ചാവുമോ എന്നുള്ള മൈൻഡ് സെറ്റിനെ അവിടെ നീന്തൽ അറിയുന്നവന്റെ ഞാൻ നീന്തി തുടിക്കാൻ പോവാന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ അതിനെ സഹായിക്കുന്നത്, ഒരു വ്യക്തിയെ കൺവെർട്ട് ചെയ്യുന്നത് നിരന്തരമായ പ്രോഗ്രാമുകളാണ്, ട്രെയിനിങ്ങുകളാണ്. നിരന്തരമായ ട്രെയിനിങ്ങിലൂടെയും പ്രോഗ്രാമിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മളിനുള്ളിൽ ഈ ദാരിദ്ര്യത്തിന്റെ മൈൻഡ് സെറ്റിൽ നിന്നും ഒരു വ്യവസായിയുടെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ മാറും. അതിനെ നിങ്ങൾക്ക് ഏതെല്ലാം പ്രോഗ്രാമിൽ പങ്കെടുക്കാമോ, എത്ര പേരെ നിങ്ങളുടെ ടീമിൽ നിന്ന് പ്രോഗ്രാമിൽ കഴിയുമോ അത്രയും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇവിടെ നമ്മൾ പലപ്പോഴും പ്രോഗ്രാമുകൾ, ട്രെയിനിങ്ങുകൾ എന്ന് പറയുമ്പോൾ ഒരു അലർജി പോലെയാണ്. പല ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതാണ്: കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കെടുത്തതല്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും ഞാൻ പങ്കെടുക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിന് ഊർജം ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്നും ഭക്ഷണം കഴിക്കുന്നു. ഇന്നലെ കഴിച്ചതല്ലേ എന്നതുകൊണ്ട് ഇന്ന് നമ്മൾ കഴിക്കാതിരിക്കുന്നില്ലല്ലോ. ആ ഡെയിലി വേണ്ടത് നമുക്ക് ഡെയിലി ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ബിസിനസ്സിൽ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആവുക എന്നുള്ളത്, നമ്മുടെ ഊർജത്തെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെല്ലാവരും ഒരു മൊബൈൽ മാതിരി തന്നെയാണ്. മൊബൈൽ നമ്മൾ ഫുൾ ചാർജ് ചെയ്തു ഉപയോഗിക്കുന്നു. ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് അതിന് ചാർജ് കുറയും. കാരണം പുറത്തുള്ള സാഹചര്യം നമ്മളെ പലപ്പോഴും നമുക്ക് തരുന്നത് പോസിറ്റീവ് അല്ല, നെഗറ്റീവ് ആയിരിക്കും. ആ ചാർജ് കുറേശ്ശെ കുറയും. വൈകിട്ടാവുമ്പോഴേക്കും വീണ്ടും ചാർജ് കുറയും. നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മൊബൈൽ വീണ്ടും ചാർജ് ചെയ്യാൻ വെക്കും. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രോഗ്രാമുകളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ചാർജിങ് സ്റ്റേഷനുകളാണ്. നിങ്ങൾ മൊബൈൽ എങ്ങനെ ചാർജ് ചെയ്യുന്നുവോ അതുപോലെ തന്നെ സ്വയം നമ്മളെ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷനുകളാണ് പ്രോഗ്രാമുകൾ. അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമും നമ്മൾ വിട്ടുകളയരുത്. കാരണം നമ്മൾ ഫുൾ 100% ചാർജിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, ആ 100% എത്തണമെങ്കിൽ നിരന്തരമായ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആവശ്യമാണ്. ഈ ആഴ്ച ഞാൻ പങ്കെടുത്തതല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കെടുത്തതല്ലേ? എന്നോടൊരു വ്യക്തി ചോദിക്കുകയുണ്ടായി, സാറേ ഞാൻ മുമ്പ് ഒരു ടുഡേ ട്രെയിനിങ് എന്നോ പങ്കെടുത്തിട്ടുണ്ട്, ഒരിക്കൽ പങ്കെടുത്ത ആള് വീണ്ടും പങ്കെടുക്കേണ്ട ആവശ്യമുണ്ടോ ചോദിക്കുന്ന ചോദ്യമാണ്. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് എത്രമാത്രം ടുഡേ ക്യാമ്പുകൾ പങ്കെടുക്കാൻ കഴിയുന്നു, എത്രമാത്രം NDOകൾ പങ്കെടുക്കാൻ കഴിയുന്നു, എത്രമാത്രം വൺ ഡേ പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ കഴിയുന്നു, എത്രമാത്രം വീക്കിലി BOPകൾ പങ്കെടുക്കാൻ കഴിയുന്നു, അത്രമാത്രം നിങ്ങൾ ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും.
നിങ്ങൾ ഫുൾ ചാർജിലാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രെയിനിങ്സ് ആൻഡ് പ്രോഗ്രാംസ്. പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും നമുക്ക് എന്താണ് തരുന്നത്? യഥാർത്ഥത്തിൽ ഓരോ ട്രെയിനിങ്ങും ഓരോ പ്രോഗ്രാമും നിങ്ങളുടെ ഉള്ളിൽ ഉപബോധ മനസ്സിൽ മാറ്റമാണ് വിതയ്ക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ മാറ്റമാണ് വിതയ്ക്കുന്നത്. ഏതൊരു പ്രോഗ്രാമിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്താലും ഒരു പുതിയ ഒരു അറിവെങ്കിലും കിട്ടാതിരിക്കില്ല. ആദ്യം നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, ആദ്യത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഒരു പക്ഷേ നമ്മളെ ഈ ബിസിനസ് അവസരത്തെ കുറിച്ചും ഉൽപ്പന്നത്തെ കുറിച്ചും കമ്പനിയെ കുറിച്ചും മാർക്കറ്റിംഗ് പ്ലാനെ കുറിച്ചും വിശദീകരിക്കുന്നു. നമ്മളതിൽ താല്പര്യം ജനിക്കുന്നു. അങ്ങനെ അവർ നമ്മളെ കമ്പനി പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു, BOP സെന്ററിലേക്ക്. അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് 1 to 1 നമ്മൾ കേട്ട സമയത്ത്, കണ്ട സമയത്ത്, മനസ്സിലാക്കിയ സമയത്ത് നമുക്കൊരു പിക്ചർ കിട്ടും. എന്നോട് വന്ന് പറഞ്ഞത് എന്റെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഇതിൽ സീരിയസ് ആണ്, എനിക്കും ആരോഗ്യം വേണം, എനിക്കും വരുമാനം ആവശ്യമാണ്, ഒന്ന് നോക്കാം, കാര്യം എന്തെന്ന് മനസ്സിലാക്കും. കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ BOP സെന്ററിലേക്ക് എത്തുക. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്താൽ, ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ, നിങ്ങൾ നിർബന്ധമായും ആ വ്യക്തിയെ ഏറ്റവും അടുത്ത BOP സെന്ററിൽ, തൊട്ടടുത്ത BOP സെന്ററിൽ എത്തിച്ചിരിക്കണം. നമ്പർ 1. ഇവിടെ കടന്നു വരുന്ന ആളുകൾ, ഇവിടെ പല ആളുകളെയും നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ അവരെ ടീമിൽ ID 100-150 പേരെ അടിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് ഒരു 30-40-50 സെയിൽസ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും അവര് ഒറ്റയ്ക്കാണ്. ടീം എന്ന് പറയാൻ അവരുടെ കൂടെ ആരുമില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാനിത് നമ്മുടെ ടീമിലെ ഡിസ്ട്രിബ്യൂട്ടറോട് ചോദിച്ചൊരു ചോദ്യമാണ്. അവര് വളരെ അഭിമാനത്തോടെ എന്നോട് പറഞ്ഞ കാര്യമാണ്. എന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത്, സാറേ ഞാൻ 70ഓളം ആളുകൾക്ക് ഡയറക്റ്റ് സെയില് ഉൽപ്പന്നം കൊടുത്തിട്ടുണ്ട്, 70ഓളം ഐഡികൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഈ 70 പേര് എവിടെ? അപ്പൊ അവര് പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. അവർക്കാർക്കും ബിസിനസിനോട് താല്പര്യമില്ല സാറേ, അവർക്കാർക്കും ബിസിനസിനോട് താല്പര്യമില്ല. ഞാൻ നിങ്ങളോട് ഈ ചോദ്യം അറിയാണ്. ഒരു വ്യക്തി 70 പേരോട് ഈ ബിസിനസ് അവതരിപ്പിച്ചു, എന്നിട്ട് 70 പേർക്കും ഈ ബിസിനസിനോട് താല്പര്യമില്ല എങ്കിൽ എന്താണ് അതിന്റെ റീസൺ? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹം ഇന്ന് വളരെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അധിക കടബാധ്യതകൾ മനുഷ്യൻ കയറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വീട്ടില് ഒരു വരുമാനം കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. പല വ്യക്തികൾക്ക് പല രീതിയിലുള്ള വരുമാനം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം, ദിനം പ്രതി ചെലവുകൾ കൂടുന്ന ഒരു കാലഘട്ടത്തിലാണ്, കടബാധ്യതകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും എനിക്കും നിങ്ങൾക്കും ഒരു അഡീഷണൽ ഇൻകം, അധിക വരുമാനം, എക്സ്ട്രാ ഇൻകം അത്യാവശ്യമായ കാലഘട്ടമാണ്. നമ്മളൊന്ന് 1-ാം തീയതി 30-ാം തീയതി കൂട്ടുമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന ഒരു ജനതയാണ്. കാരണം മലയാളികളാണ് നമ്മൾ, നമുക്ക് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൂടുതലുള്ള ആളുകളാണ്. ഏറ്റവും നല്ല ലൈഫ് സ്റ്റൈല് മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ഈ ഭൂമിയിൽ തന്നെ നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ വരുമാന മാർഗത്തെ നമ്മൾ നോക്കുമ്പോൾ, ആ വരുമാനത്തിനേക്കാൾ നല്ല ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ, പ്രത്യേകിച്ച് കേരളീയർ. സ്വാഭാവികമായിട്ട് നമുക്ക് ചെലവുകൾ കൂടുതലാണ്. അപ്പോ ആ ചെലവ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വരുമാന സ്രോതസ് ഇന്ന് പല ആളുകളിലും ഇല്ല. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരു എക്സ്ട്രാ ഇൻകം അത്യാവശ്യമാണ്. ഇത് നമുക്ക് ബോധ്യപ്പെടണം. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഈ ബിസിനസ് തെരഞ്ഞെടുത്തത്, ഇതേ ആവശ്യം നിങ്ങൾ ചുറ്റുപാടിനുള്ള ആളുകൾക്കുണ്ട്. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഒരു വ്യക്തി, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം, 70 പേരോട് പറഞ്ഞു, ആ 70 പേർക്കും ഈ പ്രൊഡക്റ്റ് അവർ വാങ്ങി ബിസിനസ്സിലേക്ക് വന്നില്ല. അതിന്റെ റീസൺ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ സാധാരണ പറയാറുണ്ട്, ഒരു കാര്യം നമ്മൾ 100 പേരോട് പറഞ്ഞിട്ട് ആ 100 പേർക്കും അത് മനസ്സിലായില്ലെങ്കിൽ 2 കാരണമുണ്ട്.
ഒന്ന്, കേട്ട 100 പേരും ഡെഡ് ബോഡീസ് ആയിരുന്നു, അല്ലെങ്കിൽ പറഞ്ഞ വ്യക്തി ഡെഡ് ബോഡിയാണ്. ഇവിടെ സംഭവിച്ച കാര്യം എന്തായിരിക്കും? ഈ 70 പേരോടും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത വ്യക്തി അവർക്ക് ഈ ബിസിനസ് അവസരത്തെ വേണ്ട രീതിയിൽ അവരുടെ ജീവിതത്തിൽ ഗുണകരമാകും എന്നുള്ള രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എനിക്ക് ഉറപ്പുണ്ട് ആ 70 പേരെ നമ്മൾ വീണ്ടും പോയി കണ്ട് ഒന്നുകൂടെ ഈ അവസരത്തെ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിച്ചാൽ അതിൽ 10 പേരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ബിസിനസ്സിലേക്ക്, സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇവിടെ സംഭവിക്കുന്ന, നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മൾ ഈ ഉൽപ്പന്നത്തെ കുറിച്ചും ബിസിനസിനെ കുറിച്ചും 2 പാർട്ടാണല്ലോ, ഒന്ന് പ്രൊഡക്റ്റ്, 2 ബിസിനസ്. ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉൽപ്പന്നത്തിൽ ഫോക്കസ്ഡ് ആവുന്നു, രോഗനിവാരണത്തിന് മാത്രം ശ്രദ്ധിക്കുന്നു. അവിടെ അതിന്റെ സെക്കൻഡ് പാർട്ടായ, ഏറ്റവും അമൂല്യമായ പാർട്ടായ വരുമാന സ്രോതസ്സിനെ കുറിച്ച് നിശബ്ദനാവുന്നു. എന്റെ ഉള്ളിലുള്ള ഒരു കാര്യമല്ലേ എനിക്ക് മറ്റൊരാളോട് പറയാൻ സാധിക്കും. എന്റെ വിശ്വാസ പ്രമാണമാണ് എനിക്ക് മറ്റൊരാളുടെ മുമ്പിൽ വളരെ സീരിയസ് ആയിട്ട്, വളരെ ഇമ്പോർട്ടൻസോട് കൂടി പ്രസന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ പറയുന്ന വ്യക്തിയിൽ ബിസിനസിനെ കുറിച്ചുള്ള അജ്ഞതയാണ്, ഈ മേഖലയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണയാണ് ഈ ഡയറക്ട് സെല്ലിനെ കുറിച്ചും ഈ ബിസിനസ് പ്ലാനെ കുറിച്ചും പറയാൻ നമുക്ക് മടി കാണിക്കും. പല വീടുകളിലും നമ്മൾ ചെല്ലുന്ന സമയത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യം, സാറ് ബിസിനസ് പറയണ്ട കേട്ടോ. പേടിയാണ് ആളുകൾ. ബിസിനസ് പ്ലാൻ എങ്ങാനും പറഞ്ഞാൽ സെയിൽസ് പോയാലോ എന്നുള്ള പേടിയാണ്. ഞാൻ പറയുന്നത്, ബിസിനസ് പ്ലാൻ പറഞ്ഞിട്ട് സെയിൽസ് പോവുകയാണെങ്കിൽ പോട്ടെ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് മാത്രം പറഞ്ഞ് 100 പേര് വന്നു, അതിൽ 1 വർഷമോ 1.5 വർഷമോ നിങ്ങൾ പണിയെടുത്തു, നിങ്ങളുടെ കൂടെ ആരുമില്ല. നിങ്ങൾ ഇതിൽ വന്ന് നേടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 100 ഡെഡ് ബോഡീസിനോട് കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? അതിന് പകരം 100 പേരോട് നിങ്ങൾ ബിസിനസ് പറഞ്ഞു, 5 ആളെ വന്നുള്ളൂ, അല്ലെ 10 ആളെ വന്നുള്ളൂ. അത് 2 പേര് സീരിയസ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബിസിനസ് പ്ലാൻ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആളുകളെ അപ്രോച്ച് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, പ്രൊഡക്റ്റ് ഓറിയന്റഡ് പ്രസന്റേഷൻ, ബിസിനസ് ഓറിയന്റഡ് പ്രസന്റേഷൻ. എന്തുകൊണ്ട് ബിസിനസ് ഓറിയന്റഡ് പ്രസന്റേഷൻ നമ്മൾ പറയുന്നില്ല അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നില്ല? അതിന്റെ കാരണം, ഈ ബിസിനസ്സിൽ, ഈ പ്ലാനിൽ നമ്മൾക്ക് 100% വ്യക്തതയില്ല എന്നുള്ളതാണ്. ആഗ്രഹമുണ്ട്, മോഹമുണ്ട്, എനിക്ക് ഈ പറയുന്ന പോലെ ഡെയിലി സീലിംഗ് ആവണം, വർഷത്തില് ഈ പറയുന്ന 160 കോടി വേണം, ആഗ്രഹമുണ്ട്. അത് ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന പോലെയാണ്. നമ്മളിപ്പോ ഭൂരിഭാഗം ആളുകളും ആ ലോട്ടറി ടിക്കറ്റ് ആണ് ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്നത്. ഓണം നമ്പർ എടുത്തു വെച്ചേക്കാണ്. അടിച്ചാൽ ഒരാൾക്ക് അടിക്കൂലോ, അത് എനിക്കാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ബോധ്യം, ആ ബോധ്യം, ആ അളവനുസരിച്ച് മാത്രമേ മറ്റൊരാളെ നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ കൺവിൻസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിവുള്ള ഒരു വ്യക്തിയായി മാറുക എന്നുള്ളതാണ്. ഈ അറിവ്, ഇത് ഞാൻ പറയുന്ന അറിവ് എന്ന് പറയുന്നത് ഫീൽ ചെയ്യണം. ഈ അറിവ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. ഇതെന്റെ കരിയറാണ്, എന്റെ പ്രൊഫഷനാണ്. ഞാൻ ഇനി വീട് വയ്ക്കാൻ പോകുന്നത്, കാറ് വാങ്ങാൻ പോകുന്നത്, കടബാധ്യതകൾ തീർക്കാൻ പോകുന്നത്, അങ്ങനെ എല്ലാം എനിക്ക് ഈ ബൈ ഓട്ടോറിയത്തിലൂടെയാണ്. ഇത് നമുക്ക് ബോധ്യപ്പെടണം. ആ ബോധ്യം നമുക്ക് ലഭിക്കുന്നത് നിരന്തരമായ പ്രോഗ്രാമിലൂടെയാണ്. നിരന്തരമായി നമ്മൾ കാണുമ്പോൾ, നിരന്തരമായി നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കും. ഉപബോധ മനസ്സ് ഒരു കാര്യം തീരുമാനിച്ചാൽ ലോകത്ത് ഒരു ശക്തിക്കും അത് തടയുക അസാധ്യമാണ്. നമ്മൾ ഉപബോധ മനസ്സിലേക്ക് എന്ത് കൊടുക്കുന്നുവോ, നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്നും ഉപബോധ മണ്ഡലത്തിലേക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നുവോ, എന്ത് അത് ഫീഡ് ചെയ്യുന്നുവോ, അതിനനുസരിച്ചുള്ള വാക്കുകളും പ്രവൃത്തികളാണ് നമ്മളിൽ ഉണ്ടാവുക. അതിനനുസരിച്ചാണ് നമ്മളെ സെറ്റ് ചെയ്യുക. അപ്പോ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ, അതിനെ പഠിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ, ഡയറക്ട് സെല്ലിംഗ് ഇതൊരു വ്യവസായമാണ്. ഇതിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ജീവിതം മെച്ചപ്പെടുത്തിയ ഒരു മേഖലയാണ്.
എനിക്കും അതിന് സാധിക്കും. ഈ മേഖല എന്നെ കഴിവുള്ളവനാക്കി മാറ്റും. ഈ മേഖല എന്നെ ധനവാനാക്കി മാറ്റും. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആ ചിന്തകള് എന്ന് നിങ്ങളോട് തന്നെ പറയുന്നുവോ പ്രതിഫലിപ്പിക്കുന്നോ അന്ന് മുതലാണ് നിങ്ങൾക്ക് സത്യസന്ധമായി ആത്മാർത്ഥമായി 100-100 ഒരാളോട് ഈ അവസരത്തെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ധൈര്യമായിട്ട് എന്റെ കൂടെ വാ എന്ന് പുറത്തു തട്ടി വിളിക്കണമെങ്കിൽ പല ആളുകളും അഭിനയിക്കുന്നുണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം വരണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ട്രെയിനിങ്സ് ആൻഡ് പ്രോഗ്രാംസ്. ഈ വരുന്ന 24-25 നമ്മുടെ ഒരു ടുഡേയ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുകയാണ്. ഡയറക്ട് സെല്ലിംഗിൽ, ടീം ബിൽഡിങ്ങിൽ ഒരു ലീഡർഷിപ്പിലേക്ക് ഒരു വ്യക്തിയെ കൃത്യമായി രൂപകൽപ്പന ചെയ്യുന്ന ഒരിടമാണ് ടുഡേ ക്യാമ്പ്. ഇന്ന് ഈ മേഖലയിൽ ഞാൻ അറിയുന്ന 100 ആളുകൾ, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഡിസിഷൻ എടുത്തത്, ഒരു കരിയറായി പ്രൊഫഷനായി ഈ മേഖല ഏറ്റെടുത്തത് ടുഡേ ക്യാമ്പുകളിൽ പങ്കെടുത്തപ്പോഴാണ്. എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായി നെല്ലിയാമ്പതിയിൽ പങ്കെടുത്ത ഒരു ടുഡേ ക്യാമ്പാണ് എന്നിലെ ഡയറക്ട് സെല്ലിനെ ഉണർത്തിയത്. ഇതൊരു കരിയറായി പ്രൊഫഷനായി തെരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ടുഡേ ക്യാമ്പാണ്. നമ്മുടെ മൈൻഡ് ബ്ലോക്കും മെന്റൽ ബ്ലോക്കും പൊട്ടിച്ചു കളയുന്ന ഒരു ഇടമാണ് ടുഡേ ക്യാമ്പുകൾ. നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഒരു ലോക്ക് ഉണ്ട്. മൈൻഡ് ബ്ലോക്ക് ഉണ്ട്, മെന്റൽ ബ്ലോക്ക് ഉണ്ട്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, ഇപ്പോ സമയം 6:29. ഞാൻ 6:10 നോക്കുന്ന സമയത്ത് ഏകദേശം 50-ൽ താഴെ ആളുകളാണ്. 6 മണിക്കാണ് ഈ പ്രോഗ്രാം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ 118 പേരായി. ഈ 118 പേര് എന്തുകൊണ്ട് 6 മണിക്ക് ഇതിൽ കയറിയില്ല? അതിനൊരു സാധനം ഉണ്ട്. നമ്മുടെ മൈൻഡിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട്. അങ്ങനെ 6 മണിക്കൊന്നും ഞാൻ കയറണ്ട, പരിപാടിക്കൊന്നും തുടങ്ങട്ടെ, ഒരു 6-6:30 ആകുമ്പോഴേക്കും കയറാം. അതുവരെ ആ പുതപ്പിനടിയിൽ കിടക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ആ സുഖത്തെ, ആ തണുത്ത വെളുപ്പാങ്കാലത്ത് ആ സുഖത്തെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ വരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളോട് ആജ്ഞാപിക്കണം. എനിക്കിടാ സുരേഷ്, എനിക്കിടാ. ഞാനിന്ന് 5:25 എണീറ്റു. കാരണം എന്താണ്? ഇന്ന് എനിക്ക് പ്രോഗ്രാം ചെയ്യുന്ന എന്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നല്ല തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബോധ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിലെ ഈ പറയുന്ന ഇതിന്റെ നേട്ടങ്ങൾ, ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ, ഇതിന് കിട്ടാൻ പോകുന്ന വരുമാനം, ഇതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ഉപബോധ മനസ്സ് എന്ന് തിരിച്ചറിയുന്നുവോ അന്ന് മുതലേ യഥാർത്ഥമായിട്ടും നമ്മൾ ഇതിലെ സീരിയസ് ലീഡറായിട്ട് മാറും. ഇവിടെ ഇതിന് നിങ്ങളെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ്. ഞാൻ നേരത്തെ പറയുണ്ടായി, ഒരു വ്യക്തി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ, ഈ ആശയത്തിൽ കടന്നു വന്നാൽ നിർബന്ധമായും അവരെ നിങ്ങൾ ഈ പറയുന്ന വീക്കിലി മീറ്റിംഗിൽ എത്തിക്കണം. വീക്കിലി മീറ്റിംഗിൽ അവരെത്തുമ്പോൾ ആദ്യത്തെ പ്രോഗ്രാം അതാണ്. 1-to-1 ഏറ്റവും ആദ്യം അവർ കൊടുക്കുന്നു. അവർ ഉൽപ്പന്നത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഒരു പക്ഷെ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുന്നു. അതിനുശേഷമായിരിക്കാം അവർ വീക്കിലി സെന്ററിലേക്ക് വരും. അവിടെ വരുമ്പോ അവരുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് ഒന്നുകൂടെ മാറും. കാരണം വീട്ടിൽ വന്നപ്പോ 2 വ്യക്തികളായിരുന്നു. ഇന്നതേ 100-150 ആളുകൾ, വ്യത്യസ്തരായ ആളുകൾ. എന്നേക്കാൾ പ്രായം കൂടിയത്, പ്രായം കുറഞ്ഞത്, വിദ്യാഭ്യാസം, അങ്ങനെ വ്യത്യസ്തരായ ആളുകൾ കാണുമ്പോൾ കൊള്ളാലോ, ഇത് ഞാൻ മാത്രമല്ല അല്ലെ, കുറെ ആളുകൾ സീരിയസ് ആയി ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ മൈൻഡ് സെറ്റ് പ്ലസ് ഒരു യെസ് പറയും, ഒരു പച്ചകത്തും അവരുടെ ബോധമണ്ഡലത്തില് കൊള്ളാം. പിന്നെ അവര് വളരെ ശ്രദ്ധിച്ച് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യും. ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും 45-50 മിനിറ്റ് കൊണ്ട് ആദ്യം അവർ കേട്ട കാര്യം ഒന്നുകൂടെ കേൾക്കുമ്പോൾ, വീണ്ടും കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി അവർക്ക് കിട്ടുന്നു. അതിനുശേഷം സീനിയർ ലീഡേഴ്സ് സംസാരിക്കുന്നു. അവർ പേഴ്സണലി ഉണ്ടാക്കിയ നേട്ടങ്ങൾ, ഈ മേഖലയോട് ഉണ്ടാക്കിയ നേട്ടങ്ങൾ അവിടെ മനസ്സിലാക്കുന്നു. നോക്കൂ, ഇപ്പൊ മനോജ് സാറാണ് ക്ലോസിംഗ് സെഷനിൽ എന്ന് വിചാരിക്കും. വാടക വീട്ടിൽ താമസിച്ച ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിന്ന് കഴിഞ്ഞ 4 വർഷം കൊണ്ട് കോടികളിലെ വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് ആ വ്യക്തിയുമായിട്ട് പുതിയ വ്യക്തി കമ്പയർ ചെയ്യും. ഒരു പരിധി വരെ എന്റെയും പ്രശ്നങ്ങൾ ഇത് തന്നെയല്ലേ, ഞാനും കടബാധ്യതയിലല്ലേ മുന്നോട്ട് പോകുന്നത്. ഈ അവസരം ഏറ്റെടുത്താൽ
ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ എനിക്കും ഇതുപോലെ മാറാൻ സാധിച്ചാലും അവിടെ ഒരു തീരുമാനത്തിലുള്ള സാധ്യത വരികയാണ്. ആഫ്റ്റർ മീറ്റിംഗിൽ നമ്മൾ വീണ്ടും ഇരിക്കുന്നു. അതാണ് ആഫ്റ്റർ മീറ്റിംഗിന് ഇമ്പോർട്ടന്റ്. ഇവിടെ വന്ന പുതിയ വ്യക്തിയേക്കാൾ ധൃതിയാണ് ആർക്ക്? ഡിസ്ട്രിബ്യൂട്ടർക്ക് വീട്ടിൽ പോവാൻ. വരുന്നതേ 11 മണിക്ക്, പ്രോഗ്രാം കഴിയുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പോലും നേരമില്ല. ഓരോ വ്യക്തികളും ഓരോ ലീഡേഴ്സ് ശ്രദ്ധിക്കുക, മീറ്റിംഗ് ആഫ്റ്റർ മീറ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ ക്ലോസിംഗിലേക്ക് അവർ അടുപ്പിക്കുന്നത്. ഒരു BOP നിങ്ങൾ പങ്കെടുത്താൽ നിർബന്ധമായും നിങ്ങളുടെ ടീമുമായി ആഫ്റ്റർ മീറ്റിംഗിൽ ഇരിക്കണം. അതൊരു പ്രോഗ്രാമാണ്, പ്രോഗ്രാംസ് ആൻഡ് ട്രെയിനിങ്. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 to 1 നമ്മൾ കൊടുത്തു, അവരെ വീക്കിലി പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു. ആ വീക്കിലി പ്രോഗ്രാമിൽ അവരുടെ കൂടെ നമ്മൾ ഇരുന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നു. വളരെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു. ആദ്യം കേൾക്കുന്നു, കൊച്ചുകുട്ടിയെ പോലെ അറ്റൻഡ് ചെയ്യുന്നു. നമ്മൾ കൈയടിക്കുന്നു, നമ്മൾ എനർജറ്റിക് ആവുന്നു. നമ്മളുടെ ശരീര ഭാഷയിൽ വരുന്ന മാറ്റം ഈ പുതിയ വ്യക്തി ശ്രദ്ധിക്കുന്നു. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും. ആഫ്റ്റർ മീറ്റിംഗില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും, മനോജ് സാർക്ക് 4 കോടി വാങ്ങാൻ പറ്റി, എനിക്കും അത്രയൊന്നും ഇല്ലെങ്കിലും 1 കോടിയെങ്കിലും അല്ലെങ്കിൽ 50 ലക്ഷം 10 ലക്ഷമെങ്കിലും അങ്ങനെ ചിന്ത വരും. അവിടെയാണ് ആഫ്റ്റർ മീറ്റിംഗിൽ നമ്മൾ അവർക്ക് അടുത്ത ഒരു സ്റ്റേജിലേക്ക് അവരെ കൺവേർട്ട് ചെയ്യുന്നു. അവർക്ക് വേണ്ട ധൈര്യം കൊടുക്കുന്നു. ഞാനുണ്ട് കൂടെ, നമുക്ക് ഒരുമിച്ച് വളരാം. സ്വാഭാവികമായിട്ടും അവർ യെസ് പറയും. ആഫ്റ്റർ മീറ്റിംഗ് 2ാമത്തെ പ്രോഗ്രാമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് ഹൗസ് വിസിറ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഉൽപ്പന്നം പർച്ചേസ് ചെയ്ത ഏതൊരു വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ വീട്ടിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിരിക്കണം. അവർ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന കാര്യം, അവർക്ക് നമ്മൾ കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ, വെള്ളം കുടിക്കേണ്ട കാര്യം, മറ്റുള്ള ഉപയോഗിക്കേണ്ട രീതികളെല്ലാം നമ്മൾ ആവർത്തിക്കണം. അതോടൊപ്പം തന്നെ അവരെ പതുക്കെ ബിസിനസ് മോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതായത് കസ്റ്റമർ മോഡിൽ നിന്ന് ബിസിനസ് മോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. എങ്ങനെ കൺവേർട്ട് ചെയ്യാം? അവിടെ വെച്ചിട്ടാണ് അവരുടെ ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും പതുക്കെ പൊടി തട്ടി നമ്മൾ എടുക്കുന്നത്. നമ്മളൊരു കോമൺ ടോക്കില് അവരുടെ ആ പ്രസന്റ് സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കും. സ്വാഭാവികമായിട്ടും അവരുടെ സംസാരത്തിനിടയിൽ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ, പ്രോബ്ലംസ് കടന്നു വരും. അവിടെ അവരുടെ പ്രോബ്ലംസും അവരുടെ നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് അങ്ങനെയാണ് പറയുക. ഈ 2 കാര്യങ്ങൾ, ആവശ്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും, അവർ സംസാരിക്കുന്ന സമയത്ത് സശ്രദ്ധം വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ അത് കേട്ടിരിക്കുകയും അത് മനസ്സിലാക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യുന്ന സമയത്ത് തീർച്ചയായും നമുക്കൊരു സമയം കിട്ടും അതിന് മറുപടി കൊടുക്കാനായിട്ട്. കൃത്യമായിട്ട് നമ്മളുടെ മറുപടി നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കുള്ള ഏറ്റവും മികച്ച പരിഹാരമാണ് നമ്മളുടെ ഈ അവസരം എന്ന് അവരെ അവിടെ വെച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം അവരവിടെ വെച്ച് നമുക്ക് കൈ തരും, മനസ്സുകൊണ്ട് കൈ തരും. അതിനുശേഷം പതുക്കെ അവരുടെ ഈ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് അവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പറയേണ്ടത്, ഇതിൽ നിന്നുള്ള വരുമാന മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത്, ഇത് വരുമാനം നേടണമെങ്കിൽ നമുക്ക് ഇത് ഒറ്റയ്ക്കുള്ളതല്ല, നമ്മുടെ ടീം വർക്കാണ്. നമ്മൾ കേട്ടല്ലോ, പ്രോഗ്രാം മനസ്സിലാക്കിയല്ലോ. ഒരു ടീം ഉണ്ടാക്കാൻ നമുക്ക് 2 കാര്യങ്ങളോട് ചെയ്യേണ്ടത്. ഈ ഉൽപ്പന്നം ആവശ്യമുള്ള, ഈ നമ്മളെ പോലെ വരുമാനം ആവശ്യമുള്ള കുറച്ച് ആളുകളെ നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അവിടെ നിന്ന് ലിസ്റ്റ് ബിൽഡിംഗ് ആരംഭിക്കും. കൃത്യമായിട്ട് ആളുകളെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് വരുന്നൊരു കൃത്യമായി പോകുന്ന വ്യക്തിക്ക് നിർബന്ധം ഉണ്ടാവണം. ആ വ്യക്തി വരുന്ന 3, 4, 5 ദിവസം കൊണ്ട് മിനിമം അവർ 5 വ്യക്തികൾ മുതൽ 10 വ്യക്തികളെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടോ പ്രോഗ്രാമിലേക്കോ ഹോം മീറ്റിംഗ് വഴിയോ നമുക്ക് പേഴ്സണലി അവരെ കാണാൻ പറ്റണം. ഇതൊരു സിസ്റ്റമാണ്. ആ ലിസ്റ്റിൽ നിന്നും ആളുകളെ കാണുന്നു. ആദ്യത്തെ ആഴ്ച കൊണ്ട് അവരെ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യും. സ്വാഭാവികമായിട്ടും അവർക്ക് ഇൻകം, വരുമാനം വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ബിസിനസ്സില് 99% ആളുകളും പരാജയം മണക്കുന്നത് ലിസ്റ്റ് ഇല്ലാതെ വരുമ്പോഴാണ്. ആ ലിസ്റ്റ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു, അതിൽ നിന്ന് ആളുകൾ കൃത്യമായി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു, അവരെ കൃത്യമായിട്ട് ഇൻവൈറ്റ് ചെയ്തു, അവർക്ക് കൃത്യമായിട്ട് നമ്മൾ BOP പ്രസന്റ് ചെയ്തു,
BOP പ്രസന്റ് ചെയ്തു, ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്തു. ഞാൻ വീണ്ടും വീണ്ടും പറയാം, പ്രൊഡക്റ്റ് പറയല്ല, പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ ബിസിനസ് അവസരം പ്രസന്റ് ചെയ്തു. അതിൽ നിന്ന് 3, 4, 5 വ്യക്തികളെ അവരുടെ ടീമിലേക്ക് ജീനിയർ സൈഡിലും വിന്നർ സൈഡിലും കടന്നു. അവരുടെ ഫസ്റ്റ് വരുമാനം വന്നു. ഫസ്റ്റ് വരുമാനം വരുന്നതോടുകൂടി അവർക്ക് അടുത്ത കാര്യം ബോധ്യപ്പെടും, ഇത് വരുമാനം കിട്ടുന്ന ഒരു മേഖലയാണ്. അവർ ഈ വരുമാനം ഷോ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫീൽഡിലേക്ക് അവർ കൂടുതൽ ഇറങ്ങുമ്പോൾ, അവർ ഒറ്റയ്ക്കും ആളുകളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവുകൾ മാർക്കറ്റിൽ നിന്ന് വരാൻ തുടങ്ങും. ഈ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ കൂടെയുള്ള ഡിസ്ട്രിബ്യൂട്ടറെ സംരക്ഷിക്കേണ്ടത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. 5 ലക്ഷം 10 ലക്ഷം വാങ്ങിയിട്ടല്ല നമ്മൾ ഒരു ലീഡറെ ശ്രദ്ധിക്കേണ്ടത്. അവൻ ഒരു പറയുന്ന ആദ്യത്തെ ഒരു 10 വരുമാനം വരുന്നത് വരെയാണ് അവന്റെ കൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് ഫീൽഡിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ഓരോ ദിവസവും അവർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവാക്കണം. മാർക്കറ്റിൽ അവർക്ക് ഉണ്ടാവുന്ന റിജക്ഷൻസ് അതെല്ലാം കൃത്യമായിട്ട് ചോദിച്ച്, അവർ പറഞ്ഞില്ലെങ്കിൽ പോലും ചോദിച്ച് മനസ്സിലാക്കി അതിന്റെ സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കണം. അങ്ങനെ 1-2 ആഴ്ച കഴിയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. സമൂഹം അവരെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ടാവും. അവരോട് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടാവും, ഇത് നിനക്ക് പറ്റിയ പണിയല്ല, ഇതിവിടെ വന്നു പോയതാണ്, ഇതൊക്കെ എത്രയും മുമ്പ് ഞാൻ കേട്ടതാണ്, ഇതൊന്നും ഇവിടെ വളരില്ല, ഇത് ആദ്യം ചേർന്ന ആളുകൾക്ക് ക്യാഷ് കിട്ടുള്ളൂ. ഇങ്ങനെ നിരവധി ഡൗട്ടുകൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നോട് എനിക്ക് ആദ്യകാലം ഓർമ്മ വരികയാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ നേരിട്ടിരുന്നൊരു പ്രശ്നം, ഇത് ആളുകൾ ചേർന്ന് കഴിയില്ല എന്നായിരുന്നു. നിങ്ങൾ 2 ആളെയോ 4 ആളെയോ ഇങ്ങനെ ചേർത്തി, നിങ്ങളുടെ ആൾക്കാരും ചേർത്തിയാൽ ഇത് ചേർന്ന് കഴിയില്ല. വലിയൊരു ആളുകൾ നമ്മളെ അങ്ങനെ, ഇത് ആളുകൾ കഴിഞ്ഞാൽ എവിടേക്ക് പോകും ഒരു ചോദ്യമാണ്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്കറ്റിൽ നിന്ന് വരും. ഇപ്പൊ ആ ചോദ്യം കാണാറില്ല. അപ്പൊ നമ്മൾ വളരെ സരസമായിട്ട് പറയാറുള്ള മറുപടി ഉണ്ട്. LIC നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് 19 വർഷത്തിൽ മേലെ. LICക്ക് പോലും ഇന്ത്യയിലെ 5% ആളുകളെ പോളിസി എടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് സപ്പോർട്ടുള്ള, ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. ആ ഗവൺമെന്റ് സംവിധാനത്തിന് പോലും ഒരു പരിധിവരെ ഗവൺമെന്റ് സപ്പോർട്ടുള്ള സംവിധാനം LIC എന്ന് പറയുന്ന സംവിധാനത്തിന് പോലും ഇന്ന് ഇന്ത്യയിലെ 50 വർഷം കൊണ്ട് 5% ആളുകളെ പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൺവെർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് ഈ ബിസിനസ്സില് 5, 50, 100 വർഷം വർക്ക് ചെയ്യാനുള്ള റോ മെറ്റീരിയൽ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഇനി അഥവാ നിങ്ങൾ പറയുന്ന പോലെ വേഗത്തിൽ ആളുകൾ ചേർന്ന് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം. കാരണം എന്താ, നമ്മുടെ കൂടെയാണല്ലോ ഈ ആളുകൾ വരുന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അപ്പൊ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഡൗട്ടുകളും കൃത്യമായ രീതിയിൽ നമുക്ക് മറുപടി കൊടുക്കാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട അറിവ്, കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ ഈ നമ്മുടെ കൂടെ വരുന്ന ഡിസ്ട്രിബ്യൂട്ടറെ വീക്കിലി മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യിച്ചു, അവരെ കൃത്യമായിട്ട് അവരെ ഗോൾ സെറ്റ് ചെയ്തു, അവരെ കൊണ്ട് ലിസ്റ്റ് ഉണ്ടാക്കി. അതിനുശേഷം ഇതെല്ലാം ഓരോ പ്രോഗ്രാമാണ്. പ്രോഗ്രാംസ് ആൻഡ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യലും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യലും മാത്രമല്ല, ഒരു വ്യക്തിയെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നമ്മൾ വഹിക്കേണ്ട സ്പോൺസർ വഹിക്കേണ്ട പങ്ക് വളരെ വലുതാണ്. സ്പോൺസറിങ് എന്ന് പറയുന്നത് ആ വ്യക്തിയെ വളർത്തി വലുതാക്കലാണ്. അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകലാണ്. അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്ലൈൻ ഈസ് ലൈഫ് ലൈൻ ആണ്, അവരുടെ മെന്ററാണ്, അവരെ വഴികാട്ടിയായിട്ട് നമുക്ക് മാറാൻ കഴിയും. അവരെ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. വീക്കിലി മീറ്റിംഗ് കഴിഞ്ഞു, ഇനി അടുത്തത് ഈ പറയുന്ന ഓട്ടത്തിനിടയിൽ ഒരുപാട് നെഗറ്റീവ്സ് അവർക്ക് ഫീഡ് ചെയ്യും. അവരെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ അവരെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാം NDO, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ. അവിടെ ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യരുതെന്ന് കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് NDO. വരുന്ന മാസങ്ങളിൽ, മാർച്ച് മാസങ്ങളിൽ പ്രധാനപ്പെട്ട 2 NDOകൾ നമ്മുടെ ടീമിൽ നടക്കുകയാണ്. 1 ഡേ പ്രോഗ്രാമുകളായി. ഒന്ന് കോട്ടയത്ത് മാർച്ച് 4-ാം തീയതി, അതുപോലെ തന്നെ പെരുമ്പാവൂർ 12-ാം തീയതി. ആ NDOയിൽ നിങ്ങളുടെ മാക്സിമം മെമ്പേഴ്സിനെ, പുതിയ വ്യക്തികളെ പങ്കെടുപ്പിക്കും. അവിടെ വെച്ച്
കൃത്യമായിട്ട് ഇത് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു ധാരണ അവിടെ വെച്ചാണ് നമ്മൾ അവരുടെ ഉള്ളില് 4 ബേസിക് ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ, ഈ 4 കാര്യങ്ങളെ കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. ഡ്രീം ആൻഡ് കമ്മിറ്റ്മെന്റ്, അതെന്താണ്, ഈ ബിസിനസ്സിൽ നമ്മൾ എടുക്കേണ്ട ഉത്തരവാദിത്ത ബോധങ്ങൾ എന്തൊക്കെയാണ്, ഒരു വ്യവസായിയായി മാറാൻ ഞാൻ എന്തെല്ലാം രീതിയിൽ ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ NDO-കളാണ്. കൃത്യമായി NDO-കൾ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, വെരി വാല്യുബിൾ, ഡെയിലി നമ്മുടെ മോർണിംഗ് വൈബ് സൂം മീറ്റിംഗ്, ഡെയിലി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നമ്മുടെ ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഫുൾ ചാർജിലാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഒരു പുതിയ കസ്റ്റമറെ കാണുന്ന സമയത്ത് നമ്മുടെ വാളിന്റെ മൂർച്ച 100 സുഖമായിട്ട് വെട്ടാൻ പറ്റും, സുഗമമായിട്ട് വെട്ടാൻ പറ്റും. അപ്പൊ ഈ ബിസിനസ്സിന് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വളരുന്നത്. ഒരു കസ്റ്റമറിൽ നിന്ന്, ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന്, ഒരു ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന്, ഒരു അച്ചീവർ, ഒരു ലീഡർ, സക്സസ്ഫുൾ ലീഡർ, ഒരു ബിസിനസ്സുകാരൻ, അതിന്റെ അടുത്ത തലം ഒരു വ്യവസായി. ആ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മാറും. വ്യവസായി എന്ന് പറയുന്ന സമയത്ത് 10,000-കണക്കിന് ആളുകളെ മാനേജ് ചെയ്യുന്ന വ്യക്തി, 10,000-കണക്കിന് ആളുകളുടെ പ്രവർത്തന മണിക്കൂർ ഉപയോഗിക്കുന്ന വ്യക്തി. ആ വ്യക്തി ഉണ്ടായാലും ഇല്ലെങ്കിലും കൃത്യമായി അദ്ദേഹത്തിന്റെ ലാഭവിഹിതം, പ്രോഫിറ്റ്, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് അത്തരത്തിലുള്ളതാണ്. ഏത് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ സാധിക്കുന്ന, അടുത്ത തലമുറയ്ക്ക് അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഇത്. അങ്ങനെയാണെന്ന് എന്റെ ഉപബോധ മനസ്സിന് ഫീൽ ചെയ്യണമെങ്കിൽ അതിന്റെ ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരണം. അപ്പോ NDO കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പ്രോഗ്രാമാണ് ടുഡേ ക്യാമ്പുകൾ. 24-25 നമ്മുടെ ടുഡേ ക്യാമ്പാണ്. 2026 KBCയുടെ ആദ്യത്തെ ടുഡേ ക്യാമ്പാണ്. പാലക്കാട് യുവക്ഷേത്രത്തിൽ വെച്ചാണ് നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഈ 2 ദിവസം നിങ്ങളുടെ ലൈഫിലെ, ഞാൻ ബിസിനസ്സിലെ എന്നല്ല പറയുന്നത്, നിങ്ങളുടെ ലൈഫിലെ തന്നെ ഏറ്റവും സന്തോഷവും സമാധാനവും ആഹ്ലാദപരവുമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. ഈ 2 ദിവസം നമ്മൾ ഫുള്ളായി കേൾക്കുന്ന പോസിറ്റീവ് ഓൺലി. അവിടെ കണ്ടുമുട്ടുന്നത് 100% പോസിറ്റീവായ ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരന്തരമായി കാണുന്നത്, നിരന്തരമായി കേൾക്കുന്നത്, നിരന്തരമായി അനുഭവിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിച്ചിരിക്കും. ആ ടുഡേ ക്യാമ്പ് നിങ്ങളുടെ ഉള്ളിലെ കുറെ കാര്യങ്ങളെ അവിടെ ഉപേക്ഷിച്ച് പോരാനുള്ള സ്ഥലമാണ്. കുറെ കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടിച്ചേർക്കപ്പെടും. നമ്മുടെ വാളിന് മൂർച്ച കൂട്ടുന്ന സ്ഥലമാണ്. ഞാനൊരു കൊച്ചു കഥയിലൂടെ ആ കാര്യം നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഒരു മുതലാളിയുടെ അടുത്ത് ഒരു ജോലി ചെയ്യുന്ന, വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആൾ കുട്ടിക്കാലം മുതൽ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ ആള് വലിയ ഒരു 40-50 വയസ്സായ വ്യക്തി 30 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. അപ്പോഴാണ് പുതിയൊരു വ്യക്തി അവിടെ ജോലിക്ക് വരുന്നത്. ഇവരുടെ ജോലി മരം വെട്ടാണ്. ഇദ്ദേഹത്തിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഇദ്ദേഹം 30 വർഷമായി അവിടെ ജോലി ചെയ്യുന്നു, ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇദ്ദേഹത്തിനേക്കാൾ കൂടുതൽ ശമ്പളം പുതിയ വ്യക്തിക്ക് മുതലാളി കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ നിലവിലുള്ള, നമുക്ക് അദ്ദേഹത്തിനെ വേണു എന്ന് പറയാം, വേണുവിന് വിഷമമുണ്ടായി. അദ്ദേഹം ഈ പരാതി ആരോട് പോയി പറഞ്ഞു? മുതലാളിയോട് പറഞ്ഞു. ഞാൻ 19 കൊല്ലമായിട്ട് അദ്ദേഹത്തിന്റെ ഇവിടെ വർക്ക് ജോലി ചെയ്യാണ്. എന്നിട്ട് ഇന്നലെ വന്ന ഒരുത്തിന് എന്നേക്കാൾ കൂടുതൽ വരുമാനം, ശമ്പളം എന്താണ് കൊടുക്കുന്നത്? അപ്പൊ മുതലാളി വളരെ സ്നേഹത്തോടെ അതിനോട് പറഞ്ഞു, നിന്നേക്കാൾ കൂടുതൽ മരം അവൻ മുറിക്കുന്നത് കൊണ്ടാണ് നിന്നേക്കാൾ കൂടുതൽ ശമ്പളം കൊടുക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഇവന് അത്ഭുതമായി. ഇപ്പൊ എന്നേക്കാൾ കൂടുതൽ മരം മുറുക്കി. കാരണം കൃത്യസമയത്താണ് രണ്ടുപേരും ജോലിക്ക് ഇറങ്ങുന്നത്, കൃത്യസമയത്താണ് അവർ ജോലി നിർത്തിവെക്കുന്നത്. അപ്പൊ എങ്ങനെ എന്നേക്കാൾ കൂടുതൽ അവൻ മരം മുറിക്കുന്നത്? അതെനിക്ക് അറിയില്ല. അപ്പൊ മുതലാളി പറഞ്ഞു, അത് അവനോട് തന്നെ ചോദിച്ചു. ഇദ്ദേഹം, നമ്മുടെ വേണു, ആ പുതിയ മരമെട്ടുകാരന്റെ അടുത്ത് പോയി. അപ്പോ ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് മരം വെട്ടുന്നത് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഞാൻ ഓരോ മരം മുറിച്ചു കഴിയുമ്പോഴും എന്റെ ആയുധം, എന്റെ വാള് ഞാൻ ഒന്ന് മൂർച്ച കൂട്ടും, എന്നിട്ടാണ് അടുത്ത മരം മുറിക്കുന്നത്.
അപ്പോഴാണ് നമ്മുടെ വേണു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ആലോചിച്ചു. 10-20 കൊല്ലമായിട്ട് അദ്ദേഹം അന്ന് ഉപയോഗിച്ച വാള് തന്നെയാണ് മൂർച്ച പോയ വാള് ഉപയോഗിച്ചിട്ടാണ് ഇന്നും മരം വെട്ടുന്നത്. ഇതുപോലെയാണ് നമ്മളിൽ പല ആളുകളും. പണിയെടുക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ നമ്മുടെ വാളിന് എന്തില്ല? മൂർച്ചയില്ല. നമ്മുടെ വാളിന് മൂർച്ചയില്ല. അതുകൊണ്ടാണ് നമ്മൾ വെട്ടുമ്പോ പല മരങ്ങളും മുറിയാത്തത്. ഇവിടെ നിങ്ങളുടെ വാളിനെ മൂർച്ച കൂട്ടുന്ന സ്ഥലമാണ് ടുഡേ ക്യാമ്പ്. വാളിന്റെ മൂർച്ച കൂട്ടുന്ന സ്ഥലമാണ് ടുഡേ ക്യാമ്പ്. തീർച്ചയായിട്ടും അങ്ങോട്ട് കടന്നു വരുന്ന വ്യക്തിയായിട്ടല്ല നിങ്ങൾ തിരിച്ചു പോവുക. 100-100-ലായിരിക്കും. നിങ്ങൾക്ക് 2 മാസമോ 6 മാസമോ പ്രവർത്തിക്കാൻ വേണ്ട ഒരു എനർജി അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച്, ടീം ബിൽഡിങ്ങിനെ കുറിച്ച് ഒരുപാട് പുത്തൻ അറിവുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. കൃത്യമായിട്ട് നിങ്ങൾ ഒരു പുതിയ മനുഷ്യനാക്കി ആ ടുഡേ ക്യാമ്പ് പുറത്തേക്ക് ഇറങ്ങും. ഒരു കോടീശ്വരന്റെ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. നിങ്ങളുടെ പ്രവൃത്തിയില് മാറ്റം വരും. പറയുന്ന വാക്കുകളിൽ പവർ ഉണ്ടാവും. നിങ്ങൾ കാണുന്ന ആളുകളെ, സെലക്ട് ചെയ്യുന്ന ആളുകൾ മാറും. കാരണം നമുക്ക് വിജയിക്കണം. അത്തരത്തില് വളരെ ശക്തമായ രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തത്. കേരളത്തിലെ ബയോട്ടോറിയത്തിന്റെ അതിശക്തരായ ലീഡേഴ്സ്, നമ്മുടെ മനോജ് സാർ നേതൃത്വത്തില്, ഡാരി സാർ നേതൃത്വത്തില് ഒരുപാട് ലീഡേഴ്സ് അന്ന് അവിടെ പങ്കെടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വിശദമായ സെഷനുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടാവും. ഇവിടെ ഇത് പറയുന്ന സമയത്ത് ഇതൊക്കെയും ടുഡേ ക്യാമ്പ് ഓക്കെ. 2 കാര്യങ്ങളാണ് ഇന്ന് ആളുകളെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്, ട്രെയിനിൽ പങ്കെടുക്കുന്നത് വിലക്കുന്നത്. ടുഡേ ക്യാമ്പ് പറയുമ്പോ ഒന്ന് 2000 രൂപ, പിന്നെ യാത്രാ ചെലവും. പിന്നെ അടുത്തൊരു പ്രശ്നം, ഒരു ദിവസം മാറി നിൽക്കണ്ടേ, അടുത്തൊരു പ്രശ്നമാണ്. ഞാൻ സത്യസന്ധമായി നിങ്ങൾ ചോദിക്കട്ടെ, നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? രക്ഷപ്പെടാൻ വേണ്ടിയിട്ടല്ലേ? ഒരു കോടീശ്വരനാവാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങളുടെ ചിന്താഗതിയെങ്കിൽ പിന്നെ നമ്മൾക്ക് എങ്ങനെ ഒരു കോടീശ്വരനാവാൻ പറ്റും? ഞാൻ അടുത്തൊരു ഉദാഹരണം പറയാം. ഈ പറഞ്ഞ വ്യക്തിയോട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല കേട്ടോ, അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റില്ല ഒരു ദിവസം. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാരണം. ഇദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ കാർഡ് വരികയാണ്. എവിടെന്ന്? ട്രിവാൻഡ്രത്ത് നിന്ന്, ഗവൺമെന്റ് PSC ന്ന്. നിങ്ങൾ ഈ വരുന്ന 24-25-ാം തീയതി നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു പിയൂൺ പോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ജോലി എന്താവട്ടെ. ആകെ 5 പേരെ വേണ്ടു അവിടെ. 5000 പേർക്ക് ഇന്റർവ്യൂവിന് അവർ കാർഡ് അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എത്ര പേര് എടുക്കുന്നുള്ളൂ? 5 പേര് എടുക്കുന്നുള്ളൂ. അന്ന് ഹർത്താലാണെങ്കിലും നമ്മൾ പോവും. യെസ് ഓർ നോ? അന്ന് ഹർത്താലായിക്കോട്ടെ, തിരുവനന്തപുരത്ത് നമ്മൾ നടന്ന് നിരങ്ങി ചിലപ്പോ എത്തും. കാരണം ആ ജോലി, ആ ജോബ് മൈൻഡ് സെറ്റ്, ആ സാലറി മൈൻഡ് സെറ്റ്, ലൈഫ് സെക്യൂർ ആവുന്നു എന്നുള്ള സ്ഥിരമായ ഒരു വരുമാനം എന്നുള്ള ആ ബോധ മനസ്സിൽ കാലങ്ങളായി നമ്മൾ അടക്കി വെച്ചിരിക്കുന്ന ഒരു ചെളി ഉണ്ടല്ലോ, അതാണ് ഞാൻ അങ്ങനെ തന്നെ പറയാം. ഒരു സാലറി മൈൻഡ് സെറ്റ്, ഒരു നിശ്ചിത സംഖ്യ, അത് നമ്മുടെ ബോധ മനസ്സിൽ നമ്മുടെ സമൂഹം അടിച്ചേൽപ്പിച്ചുള്ള ഒരു കാര്യമാണ്. സ്ഥിര വരുമാനക്കാരനാവും, അങ്ങനെയാണ് പറയാം. ആ സ്ഥിര വരുമാനം എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോൾ അതിനുവേണ്ടി എന്തും റിസ്ക് എടുക്കാൻ, ത്യജിക്കാൻ നമ്മുടെ നാട്ടുകാർ തയ്യാറാവും. അതിനേക്കാൾ ലൈഫ് ലോങ്, ജനറേഷൻ ലോങ് നിങ്ങളെ സെക്യൂർ ആക്കാൻ പറ്റുന്ന, നിങ്ങളുടെ അടുത്ത തലമുറയെ കൂടെ സംരക്ഷിക്കാൻ കഴിയുന്ന, ഒരിക്കലും നശിക്കാത്ത ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസിന്റെ ബാലപാഠങ്ങൾ പഠിക്കാൻ, അതില് നമ്മളെ മെച്ചപ്പെടുത്താൻ കിട്ടുന്ന ഈ 2 ദിവസം എന്ത് തന്നെ വന്നാലും നിങ്ങൾ ഒഴിവാക്കാതെ അവിടെ അറ്റൻഡ് ചെയ്യണം. കാരണം അത് നിങ്ങൾ വിജയിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഇനി അടുത്ത 2000 രൂപയാണ് പ്രശ്നം. ഇനിയും നമ്മുടെ മുന്നില് ഇന്ന് 15-16 ഒരാഴ്ച സമയമുണ്ട്. ഫാമിലി ബോണസ് അടിക്കാനുള്ള സമയമുണ്ട്. അത് പോട്ടെ, 2 അൾട്രാബറി വിറ്റാൽ ഈ കാര്യം ഈസി ആയിട്ട് നടക്കും. 2 അൾട്രാബറി വിറ്റാൽ ഈ കാര്യം നമുക്ക് ഈസി ആയിട്ട് നടക്കും. അപ്പൊ വേണം എന്നുണ്ടെങ്കിൽ കാരണന്മാര് പറയുന്ന ഒരു വാചകമുണ്ട്, വേണമെന്ന് വെച്ചാൽ ചക്ക വേരുമീൻ കാക്കും. ഇത് എങ്ങനെ ഞാൻ ഒഴിവാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പല ലീഡേഴ്സിനോടും എന്തുകൊണ്ടാണ് പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാതെ എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന കാര്യമാണ്, ഇറങ്ങണ സമയത്ത് ബട്ടൺസ് പൊട്ടി, ചെരുപ്പിന്റെ വാറ് പൊട്ടി, ബസ് വന്നില്ല,
വരുന്ന സമയത്ത് നല്ല വെയില്, ചൂട് തോന്നി. ഈ പല കാരണങ്ങൾ കണ്ടെത്തുന്ന ആളുകളാണ്. ഇവിടെ നിങ്ങൾ ആ വ്യവസായി ആയിത്തീരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തിത്തരണമെങ്കിൽ ഒരുപാട് നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും അംഗചലനകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും എല്ലാം നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എത്ര വില കൂടിയ തുണിയാണെങ്കിലും അത് നമ്മുടെ ശരീരത്തിന് പാകത്തിലാക്കണമെങ്കിൽ ചുരിദാർ ആയിക്കോട്ടെ, പാന്റ് ആയിക്കോട്ടെ, ഷർട്ട് ആയിക്കോട്ടെ, ആ നമ്മുടെ ശരീരത്തിന് ചേരുന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കണമെങ്കിൽ അതിൽ നിന്ന് കുറെ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്യേണ്ടതുണ്ട്. അതില് കുറെ കാര്യം തുന്നിച്ചേർക്കേണ്ടതുണ്ട്. ബട്ടൺസ് പോലെ ചില സാധനങ്ങളും തുന്നിച്ചേർക്കാറുണ്ട്. ഇതുപോലെ നമ്മളാകുന്ന വില കൂടിയ വസ്തു അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ ചെത്തിക്കളയേണ്ടതുണ്ട്. നമ്മൾ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തില് അതിന് കിട്ടുന്ന ഒരു സാഹചര്യമാണ് ടുഡേ ക്യാമ്പ്. നമ്മുടെ ടുഡേ ക്യാമ്പില് രാത്രി നമ്മുടെ ബഹുമാനിയായ MD നമ്മളോട് ഓൺലൈനിൽ സംസാരിക്കുന്നുണ്ടാവും. മനോജ് സാർ അത് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ട്രെയിനിങ് മാത്രമല്ല, അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സെഷനും കൂടി ഉണ്ട്. ആടാനും പാടാനും സന്തോഷിക്കാനും ഉള്ളറിഞ്ഞ് നമ്മൾ ഉള്ളിലെ കഴിവുകളെ പുറത്തെടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ ഡ്രസ് കോഡ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികൾക്ക്, അച്ചടക്കത്തോടു കൂടി പെരുമാറുന്ന വ്യക്തികൾക്ക് ബെസ്റ്റ് പെർഫോമറെ നമ്മൾ ക്യാമ്പിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ടീമുകളെ നമ്മൾ അവർക്ക് അവാർഡിങ് നടക്കുന്നുണ്ട്. പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും നമ്മൾ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ചീവ്മെന്റ് അനുസരിച്ച് നിങ്ങൾ അവിടെ ആദരിക്കപ്പെടുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ടുഡേ ക്യാമ്പിൽ നടക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ മാറ്റിമറിക്കാൻ കിട്ടുന്ന ഈ സാഹചര്യത്തെ, ഈ അവസരത്തെ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കണം. പണം കണ്ടെത്തിയേ തീരും. എന്റെ കഴുത്തിന് മേലെ തലയുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടാവും. ഇതാണ് നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. ചില ആളുകളോട് ഡൗൺലൈൻസ് ചോദിക്കും, ഇങ്ങനെ മീറ്റിംഗില് പറയുന്നതായി കേട്ടു, മാഡം പോകുന്നുണ്ടോ അല്ലെങ്കിൽ സാറ് പോകുന്നുണ്ടോ ടുഡേ ക്യാമ്പിന്? അപ്പൊ അപ്പളേം പറയുന്ന മറുപടി, ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ ചില അന്ന് 24, 25 എന്തോ പരിപാടി ഉണ്ടോന്ന് അറിയില്ല, നീ വേണമെങ്കിൽ പൊക്കോ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളില്ലാതെ നിങ്ങളുടെ ഡൗൺലൈൻ അവിടെ ഉണ്ടാവില്ല. നിങ്ങൾ അവരെ കൊണ്ടുവരേണ്ട ആളാണ്. നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ഈ മീറ്റിംഗ് അതിന് ശേഷം നിങ്ങളുടെ ടീമിലേക്ക് ചോദിക്കേണ്ട ചോദ്യം, നമുക്ക് ഒരുമിച്ച് പോവല്ലേ? അത് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്, നമ്മളെ പ്രളയം കഴിഞ്ഞ സമയത്ത് നമ്മുടെ വീടുകളിലല്ല, ഞങ്ങളുടെ പ്രത്യേകിച്ച് ചാലക്കുടി അവിടേക്കും വെള്ളം കയറി എല്ലാ വീടുകളും ചെളി, പാമ്പ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആകെ വൃത്തികേടായി. അപ്പൊ ക്ലീനിങ്ങിന് വേണ്ടി ഇറങ്ങാനുള്ള ഒരു തീരുമാനം നമ്മുടെ കേരളം മുഴുവൻ ഏറ്റെടുത്തു. അപ്പൊ പത്രക്കാര് മുഖ്യമന്ത്രിയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ഇത്രയധികം വീടുകൾ ഒരുമിച്ച് നമുക്ക് അതിനുള്ള ഫോഴ്സ് നമുക്കില്ലല്ലോ, എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും? അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി ഇന്നും വളരെ വളരെ പ്രസക്തമാണ്, നമ്മൾ ഒരുമിച്ച് ഇറങ്ങല്ലേ. ആ ഒരു മറുപടി വളരെ പോസിറ്റീവായിരുന്നു. അത് അന്ന് കേരളം ഏറ്റെടുക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമ്മുടെ ടീമിനോട് പറയുന്നത്, ഞാനില്ല നീ പൊക്കോന്നല്ല, നമ്മൾ ഒരുമിച്ച് നമ്മൾ പോവല്ലേ. നമുക്ക് വണ്ടി ബുക്ക് ചെയ്യണ്ടേ? നിങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു വെക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2 ദിവസം ഡ്രസ്സൊക്കെ കരുതുക. ഏറ്റവും നല്ല രീതിയിൽ ഡ്രസ് കോഡിൽ അവിടെ വരിക. മറ്റേ സൂട്ടുള്ള ആളുകൾ അത് ധരിക്കുക, ടൈ കെട്ടാൻ പറ്റുന്ന ആളുകൾ ടൈ ധരിക്കുക. ചില വ്യക്തികൾ, എനിക്കറിയാം, നമ്മുടെ പ്രോഗ്രാമുകളിൽ വന്ന് ജീവിതത്തിൽ ആദ്യമായി പാന്റ് ഇടുന്നത് പല ആളുകളും ടുഡേ ക്യാമ്പിൽ വന്നിട്ടാണ്. ചില ആളുകൾ ഇൻസൈഡ് ചെയ്യുന്നത് ടുഡേ ക്യാമ്പിൽ വന്നിട്ടാണ്. ആ ജീവിതത്തിൽ ആദ്യമായി കൈമുണ്ടെടുത്ത തനി നാടനായ ആളുകൾ, ആ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ വ്യവസായിയുടെ, ബിസിനസ്സുകാരന്റെ ആ മൈൻഡ് സെറ്റിലേക്ക്, ആ രൂപഭാവത്തിലേക്ക് മാറുമ്പോൾ നമ്മളിൽ ചെത്തിക്കളയേണ്ടത്, ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആദ്യമായി ഇൻസർട്ട് ചെയ്യുന്നു, ആദ്യമായി പാന്റ് ഇടുന്നു, ആദ്യമായി ടൈ കെട്ടുന്നു, ആദ്യമായി കോട്ട് ഇടുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ടുഡേ ക്യാമ്പിൽ ഒരുങ്ങും. അപ്പൊ ടുഡേ ക്യാമ്പ് എന്ന് പറയുന്നത് നമ്മളെ ടോട്ടലി ചേഞ്ച് ചെയ്യാനുള്ള, നമ്മളെ മാറ്റിമറിക്കാനുള്ള ഒരു ഇടമാണ്. അപ്പൊ അതിന് കിട്ടുന്ന അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇത് എന്നും ഒന്നും നമുക്ക് കിട്ടില്ല. ഒരു വീക്കിലി മീറ്റിംഗ് പറ്റിയില്ല, അടുത്ത 2 ആഴ്ച കൂടുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം. അല്ലെങ്കിൽ
അടുത്ത ആഴ്ച ഏതെങ്കിലും അടുത്തൊരു സ്ഥലത്ത് പോയി അറ്റൻഡ് ചെയ്യും. ടുഡേ ക്യാമ്പ് വർഷത്തിൽ ഒരു പക്ഷേ 3 മാസം കൊടുക്കുമ്പോഴോ 4 മാസം കൊടുക്കുമ്പോഴോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഇത് സുപ്രീം കോടതി പോലെയാണ്. ടുഡേ ക്യാമ്പ് എന്ന് പറയുന്നത് സുപ്രീം കോടതിയാണ്. ജില്ലാ കോടതി, ഹൈക്കോടതിക്ക് കഴിഞ്ഞിട്ടാണല്ലോ സുപ്രീം കോടതി. അപ്പൊ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഏറ്റവും പോസിറ്റീവായി ഒരു പ്രൊഫഷണൽ അപ്രോച്ചോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ടുഡേ ക്യാമ്പ്. അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലീഡർഷിപ്പിലേക്ക്, നിങ്ങൾ അച്ചീവറായി മാറുക എന്നുള്ളതാണ്. ഒരു കോടീശ്വര പദവിയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഇൻഡിക്കേഷൻ ആണ്, തെളിവാണ് ടുഡേ ക്യാമ്പിൽ പങ്കെടുക്കുക. ആ 2 ദിവസം അതിനുവേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൽ നിന്ന് കിട്ടുന്ന അറിവ് 2000 മുടക്കി നിങ്ങൾ അല്ലെങ്കിൽ 3000 മുടക്കി ഇവിടെ വരുമ്പോ 2 കോടി ഉണ്ടാക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്കും നോളജിലേക്കും എനർജിയിലേക്കും നിങ്ങൾ അവിടെ മാറിയിട്ടുണ്ടാവും. ആ കാര്യം ഗ്യാരണ്ടി. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും പ്രോഗ്രാം കഴിയുമ്പോ പറയും, പ്രോഗ്രാം ഇങ്ങനെയായിരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ 2 ആളെയും കൂടി പങ്കെടുപ്പിച്ചേനെ സാറേ പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പ്രോഗ്രാം ഇത്ര നല്ലതായിരുന്നു എന്ന് പറഞ്ഞാൽ 2 പേരെങ്കിലും പങ്കെടുപ്പിച്ചേനെ. അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോ തന്നെ പറയുന്നത്, മാക്സിമം മെമ്പേഴ്സിനെ പങ്കെടുപ്പിച്ചോളൂ. നമ്മുടെ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യാൻ പോവാണ്. ആ മാക്സിമം ആളുകൾ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പണം അടച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ സീറ്റ് കിട്ടാൻ സാധ്യതയില്ല. നല്ല രീതിയിൽ എൻക്വയറി ആയിക്കിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ KBCയിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത്. അപ്പൊ ഏറ്റവും വേഗത്തിൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പൊ തന്നെ അതിനുവേണ്ടി തയ്യാറാവുക. നിങ്ങളുടെ കാണുന്ന ലീഡേഴ്സിനോട് നിർബന്ധമായി അതിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കുക. ഇനി ചില വീടുകളിൽ നമുക്കറിയാം, ലേഡീസിന്റെ വീടുകളിൽ ചിലപ്പോൾ ഒറ്റയ്ക്ക് മാറി നിൽക്കാൻ അകലേക്ക് വിടുന്ന നിർബന്ധമില്ല. കാരണം അവരൊരു ഉൽപ്പന്നം എടുത്ത് വന്നു, ബിസിനസ് ആദ്യം മനസ്സിലാക്കി, അവർ മൈൻഡ് സെറ്റ് മാറി വരുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അവരുടെ അപ്ലൈൻ ലീഡേഴ്സ് അവരുടെ വീട്ടിൽ പോയി ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിക്കണം. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, പ്രത്യേകിച്ച് ലേഡീസിനോട്, നിങ്ങൾ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ, വീട്ടിൽ കിടന്നുറങ്ങുന്നതിനേക്കാൾ സുരക്ഷിതമായി നിങ്ങൾക്ക് ഇവിടെ ടുഡേ ക്യാമ്പിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരുവിധ ആശങ്കകളും വേണ്ട, ഏറ്റവും നല്ല സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ നോമ്പ് തുടങ്ങുകയാണ്. നോമ്പ് ഒരിക്കലും ഒരു തടസ്സമാവേണ്ട കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് നോമ്പിനുള്ള എല്ലാ സൗകര്യം അവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഒരു തരത്തിലും അതൊരു തടസ്സമല്ല. നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടെ ഒരുക്കി തരുന്നുണ്ടാവും നോമ്പിന് വേണ്ടത്. അപ്പൊ നമ്മള് ലൈഫിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാം ആചാരങ്ങളായിക്കോട്ടെ, ഈ ബിസിനസ്സും ആയിക്കോട്ടെ, ഇത് രണ്ടല്ല ഒന്നായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ മെച്ചപ്പെടലിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങളുടെ ടീമിലെ പങ്കെടുപ്പിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ തീരുമാനിക്കണം. ഇന്ന ആളുകൾ പങ്കെടുക്കണം. അവർ പങ്കെടുത്താൽ നമുക്ക് ബിസിനസ്സിനും അവർക്ക് ഗുണമുണ്ടാവും. അവരെ നിർബന്ധമായും നിങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തി അവരെ വീട്ടിൽ നിന്ന് വേണമെങ്കിൽ പെർമിഷൻ എടുത്ത് നിങ്ങൾ അവരെ ഈ പ്രോഗ്രാമിൽ എത്തിക്കണം. പണം അവരെ കൊണ്ട് കണ്ടെത്തിക്കണം. ഇവിടെ മുടക്കുന്ന 2000 2 കോടിയായിട്ട് മാറും. ലീഡേഴ്സും വാഹനങ്ങൾ, വണ്ടി വിളിച്ചാണെങ്കിൽ, ട്രെയിൻ ആണെങ്കിൽ, ഏത് രീതിയിലാണെങ്കിലും അറേഞ്ച് ചെയ്യണം. കോഴിക്കോട് നിന്ന് ആളുകൾ വരുന്നുണ്ട്, കോട്ടയത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, ആലപ്പുഴയിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്, തൃശ്ശൂര്, പാലക്കാട്, എറണാകുളത്ത് അങ്ങനെ വ്യത്യസ്തമായ ജില്ലകളിൽ നിന്ന് വരുന്നുണ്ട്. സമ്പൂർണ്ണ കേരളമാണ് അവിടെ പങ്കെടുക്കുന്നത്. നമ്മൾ വളരെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കുന്ന ഒരു പ്രോഗ്രാം 2026 ആദ്യത്തെ ടുഡേ ക്യാമ്പ്. ഈ ടുഡേ ക്യാമ്പ് ഇന്ന് വരെ ഈ ബയോട്ടോറിയം കണ്ടതിൽ വെച്ച് ദ ബെസ്റ്റ് പ്രോഗ്രാം ആയിരിക്കും. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പൊ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായിട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-to-1 POP, അതുപോലെ തന്നെ സൂം മീറ്റിംഗ്, 1 ഡേ ട്രെയിനിങ്, NDO, നമ്മുടെ കോർ ടീം മീറ്റിംഗ്സ്, വീക്കിലി മീറ്റിംഗ്സ്, ലീഡർഷിപ്പ് കൗൺസിലിംഗ്, ലീഡർഷിപ്പ് വർക്ക്ഷോപ്സ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സുപ്രീം കോടതിയായ ടുഡേ ക്യാമ്പ്. ഇതെല്ലാം 1 by 1 ആയി നിങ്ങൾ നിങ്ങളുടെ അംഗങ്ങളെ അറ്റൻഡ് ചെയ്യിപ്പിക്കണം. നിങ്ങൾ അതിന്റെ ഭാഗമാകണം, അതിന്റെ മുന്നിൽ നിൽക്കണം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, രാവിലെ 10 മണിക്ക് തന്നെ നമ്മുടെ ടുഡേ ക്യാമ്പ് ആരംഭിക്കേണ്ടതുണ്ട്. അപ്പൊ സമയക്രമം പാലിക്കാൻ ശ്രദ്ധിക്കുക. അതനുസരിച്ച് നിങ്ങളുടെ വാഹനങ്ങളും യാത്രാ സൗകര്യങ്ങളും അറേഞ്ച് ചെയ്യണം എന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ഈ വരുന്ന 2026 നമ്മുടെ കമ്പനി തന്നിട്ടുള്ള നമ്മുടെ മുന്നിൽ വെച്ചുള്ള വെല്ലുവിളിയാണ് 160 കോടി. ഇത് ആദ്യമായി കേട്ട സമയത്ത് എനിക്ക് ഉള്ളിൽ ചിരിയാണ് വന്നത്.
1 കോടി പറഞ്ഞെടുത്ത് 160 കോടി. ഞാൻ മനോജ് സാറെ വിളിച്ചു, സാർ ഇത് എന്ത് പറ്റി, നീ എങ്ങനെയാണ് ചോദിച്ചത്? നമ്മുടെ കമ്പനി MD വട്ടായോ എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. എന്ത് പറ്റി അദ്ദേഹത്തിന്? അപ്പൊ മനോജ് സാർ എന്നെ തിരുത്തി. സാറ് 160 കോടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ട്. ഞാൻ അപ്പോഴാണ് അതിനുശേഷമാണ് ഇരുന്ന് ചിന്തിച്ചത്. കാരണം കേവലം 3 അല്ലെങ്കിൽ 30 ലക്ഷം ആളുകളെ ഇന്ത്യയിൽ ഈ ബിസിനസ് കടന്നു വന്നിട്ടുണ്ട്. 140 കോടി 145 കോടി ജനങ്ങൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. നമ്മുടെ ടീമില് അതിലെ 1 ലക്ഷം മെമ്പേഴ്സ് കടന്നു വരുമ്പോ 10,000 ആക്റ്റീവ് മെമ്പേഴ്സ് എന്തായാലും ഉണ്ടാവും. 10,000 മെമ്പേഴ്സ് സീരിയസ് ആയി ബിസിനസ് ചെയ്താൽ, ഒരു PV വെച്ച് ചെയ്താൽ നോക്കൂ, 10,000 PVക്ക് വളരെ ഈസി ആയിട്ട് എത്തും. ഡെയിലി 3,500 PV, അതായത് 12 മണിക്കൂറിനുള്ളിൽ 3,500 PV വന്നാൽ നമ്മൾ ഈ പറയുന്ന ഈ 15 ലക്ഷം ഒരു ദിവസം 44 ലക്ഷക്കും വാങ്ങും. അപ്പോ ഈ പറയുന്ന 160 കോടി ഇന്ന് പിക്ചറിൽ കാണാൻ, മനസ്സിൽ കാണാൻ സാധിക്കുന്ന രീതിയിലേക്ക് കേവലം കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ 160 കോടി അത് ഒരു പക്ഷേ 5 വർഷം എടുക്കാം, 10 വർഷം എടുക്കാം. ഒരു കാര്യം ഉറപ്പാണ്, ഈ ബയോട്ടോറിയം ആ 160 കോടി തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങിയിരിക്കും, നമ്മളത് വാങ്ങിയിരിക്കും. ആ ഒരു തീരുമാനം ഊട്ടി ഉറപ്പിക്കുന്ന ദിവസമാണ് നമ്മുടെ 24-25. ആ തീരുമാനം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ദിവസമാണ് 160 കോടി. ഇവിടെ അംബാനി മാത്രല്ല, അല്ലെങ്കിൽ ടാറ്റ മാത്രല്ല, നമുക്കും ആ ലെവലിലേക്ക് ചിന്തിക്കാൻ സാധിക്കണം. അവർ പണം മുടക്കുന്നു, നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ മുടക്കുന്നു. നമ്മുടെ സ്വപ്നങ്ങളെ മുടക്കുകയാണ് നമ്മൾ. ആ സ്വപ്നങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ, അതിന് കൃത്യമായി ഷെയ്പ്പ് ചെയ്യാൻ, അതിനെ കൃത്യമായി സെറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ 24-25. കൃത്യമായി ടീം ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഇന്നുള്ള ആശങ്കകളും. ഇന്ന് നമ്മുടെ പല പ്രോഗ്രാം ഞങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ്, പ്രോഗ്രാമിൽ ആളുകൾ കുറവാണ്. വൈ? അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എനിക്കിത് ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിന് എനിക്ക് പുതിയ ആളുകളെ എത്തിക്കാൻ സാധിക്കുന്നില്ല. ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ആഴത്തില് പഠനം നടക്കുന്നില്ല. ഇന്ന് പലപ്പോഴും പല ആളോടും ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വെറും 8,000 കിട്ടുന്ന വല്ല ജോലി ഉണ്ടെങ്കിൽ അത് പറയും. അതിനുശേഷമാണ് ഈ ബയോട്ടോറിയം പറയും. വർഷത്തിൽ കോടികൾ കിട്ടാൻ സാധ്യതയുള്ള ഈ ബിസിനസ്സിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ആ 8,000 രൂപയുടെ ജോലി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ട് താനും. കാര്യമുള്ള കാര്യം പറയാൻ പോലും നമുക്ക് മടിയാണ്, പേടിയാണ്. കാരണം നമുക്ക് നമ്മളെ വിശ്വാസമില്ല. ഡയറക്ട് സെല്ലിംഗിൽ നമുക്ക് ആഴത്തിലുള്ള വിശ്വാസമില്ല. ഇതിൽ നമ്മളെ മെച്ചപ്പെടുത്തുന്നു. പറയുമെങ്കിൽ പോലും ഇത് കുറച്ചു കാലത്തേക്കുള്ള ഒരു ഇടത്താവളമായിട്ടാണ് പല ആളുകളും കാണുന്നത്. ഇത് പ്രൊഫഷണൽ ആയിട്ട്, ഒരു കരിയർ ആയിട്ട്, ലൈഫ് ചേഞ്ചിങ് ബിസിനസ് ആക്കി ഇതിനെ മാറ്റാൻ പലപ്പോഴും പല ആളുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ആളുകളെ വാർത്തെടുക്കുന്ന ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡിനെയും ശരീരത്തെയും നിങ്ങളുടെ അറിവിന്റെ ഭാഗത്തെയും ഒരുക്കുന്ന ഈ ടുഡേ ക്യാമ്പിലേക്ക് 2026 ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾ ഓരോ വ്യക്തികളെയും ക്ഷണിക്കുകയാണ്. 7:05. അപ്പൊ എന്തായാലും എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക, വണ്ടികൾ പ്ലാൻ ചെയ്യുക, ഡ്രസ്സുകൾ, മറ്റുള്ള യാത്രാ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക. റെഡി ടു ഫ്ലൈ 2026 ഫോർ എന്തിനാണ് 160 crore. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വരുന്ന 1 മണിക്കൂർ സമയം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കൃത്യമായിട്ടും നോട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വ്യവസായത്തിൽ നമുക്കൊരു എന്റർപ്രണർ ആകാൻ പറ്റുന്ന എല്ലാ സാധ്യതയും പറഞ്ഞു വന്നുകൊണ്ടാണ് പ്രിയപ്പെട്ട സുരേഷ് സാർ നമുക്ക് വേണ്ടി ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ ട്രെയിനിങ്. അത് വളരെ വിശദമായിട്ട് തന്നെയാണ് പ്രിയപ്പെട്ട സുരേഷ് സാർ നമുക്ക് വേണ്ടി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സാർ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം, ഫെബ്രുവരി മാസം 24, 25 തീയതികൾ നടക്കുന്നുണ്ട് ടുഡേസ് ക്യാമ്പ്. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് 23-ാം തീയതി തന്നെ പുറപ്പെടാൻ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇനി നടന്നെടുക്കാൻ 1-2 ചുവടുകൾ കൂടി മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സൂം പ്രോഗ്രാമിൽ പോലും 150-നടുത്ത് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ സൂം പ്രോഗ്രാമിൽ പങ്കെടുത്ത അത്രയും ആളുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്താൽ നമ്മൾ തിരിച്ചു വരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് പൊട്ടിച്ചുകൊണ്ടായിരിക്കും, അവിടെ നമുക്ക് നമ്മുടെ എബിലിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പുണ്ട്. സാറിന്റെ വാക്കുകൾക്ക് അത്രമാത്രം ക്രെഡിബിലിറ്റി ഉണ്ട്, അത്രമാത്രം ജെന്യൂനിറ്റി ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും 24, 25 തീയതികൾ നടക്കുന്ന പ്രോഗ്രാമുകൾ പങ്കെടുക്കുവാൻ മനസ്സുകൊണ്ട് സജ്ജരാകുക, ഫിസിക്കലി സജ്ജരാകുക എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ എല്ലാവരോടും ഓർപ്പിക്കാനുള്ളത്. എന്തായാലും പ്രിയപ്പെട്ട സുരേഷ് സാറിന് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിന്റെ ഭാഷയുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട്
നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രേറ്റ് ലീഡറായിട്ടുള്ള KBCയുടെ ചെയർമാനായ KBCയുടെ സ്വകാര്യ അഹങ്കാരമായ നമ്മുടെ പ്രിയപ്പെട്ട ലെജൻഡ് മനോജ് സാറിനെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ് കം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് ജയ്മാൻ സാർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മളെല്ലാം പ്രിയങ്കരനായ ഗ്രേറ്റ് ലീഡർ സുരേഷ് സാറാണ് നമ്മളായിട്ട് സംബന്ധിച്ചത്. പ്രോഗ്രാംസിന്റെ പ്രാധാന്യം, ഡയറക്ട് സെല്ലിംഗിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ പ്രോഗ്രാംസുകളുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് അദ്ദേഹം കൃത്യമായിട്ട് കുറിക്കുകൊള്ളുന്ന രീതിയിലാണ് ഇവിടെ സംസാരിച്ചത്. പലരും വിചാരിക്കുകയാണ് ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്താൽ നമുക്ക് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാം. ഒരിക്കലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾക്ക് 5, 10, 70 പ്രൊഡക്റ്റ് കൊടുത്ത വ്യക്തിയെ കുറിച്ച് സുരേഷ് സാർ ഇവിടെ സൂചിപ്പിച്ചു. പക്ഷേ അതൊന്നുമല്ല നമുക്ക് വിജയിക്കാൻ വേണ്ടി വേണ്ടത്. വിജയിക്കാൻ വേണ്ടത് നമ്മൾ പ്രോഗ്രാമിൽ പങ്കെടുക്കണം. കൃത്യമായിട്ട് സുരേഷ് സാർ ഇവിടെ സംസാരിച്ചു. ബിഗ് കൺഗ്രാജുലേഷൻ സുരേഷ് സാർ. ഒരിക്കലും നന്ദി രേഖപ്പെടുത്തുകയാണ് എല്ലാവർക്കും വേണ്ടി. എല്ലാവർക്കും ഇവിടെ സംസാരിക്കാൻ അവസരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വന്ന് നന്ദി രേഖപ്പെടുത്തുന്നത് താങ്കൾക്ക് വേണ്ടിയിട്ട്. കാരണം അത്രയും ഒരു എനർജറ്റിക് പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ 5, 10 പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാം, അതവിടെ ഇടിച്ചു നിൽക്കും, പിന്നീട് അങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പൊ വിജയിക്കണമെങ്കിൽ പ്രോഗ്രാം സെന്ററുകൾ കൃത്യമായിട്ട്, അതാണ് നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. തുടങ്ങുന്നത് BOP ആണ്, സൂം മീറ്റിങ്ങുകളാണ്, അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളാണ്, അതുപോലെ തന്നെ NDOPകളാണ്, അതുപോലെ തന്നെ 1 ഡേ പ്രോഗ്രാമുകളാണ്, അതുപോലെ തന്നെ RTPകളാണ്. ഇതെല്ലാം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പക്ഷെ പലരും അത് കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുകയാണ്. ഞാൻ 2 പ്രോഗ്രാമിൽ പങ്കെടുത്തില്ല, ഇനി എന്തിനാ പങ്കെടുക്കുക? അതാണ് സാർ ഇവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ നല്ല ഷൂ വാങ്ങിക്കും അല്ലെ, വില കൂടിയ ഷൂ വാങ്ങിക്കും, വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കും അല്ലെ, നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പക്ഷെ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കേണ്ട ഫുഡാണ്, ബ്രെയിനിന് കൊടുക്കേണ്ട ആഹാരമാണ്, നമ്മുടെ മൊത്തം നമുക്ക് എനർജൈസ് ചെയ്യാൻ, നമ്മളെ ചാർജ് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്രെയിനിങ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ബ്രെയിനിന്റെ ഫുഡാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആ ബ്രെയിനിന് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഡയറക്ട് സെല്ലിംഗിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക്, കോടീശ്വര പദവിയിലേക്ക്, ഇപ്പൊ സാർ ഇവിടെ പറഞ്ഞ 161 കോടി രൂപ 1 വർഷം കൊണ്ട് നേടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ, ലോകത്തുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബെട്ടോറി. വെറും 3100 രൂപയുടെ എൻട്രി എടുത്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നാൽ 1 വർഷം 161 കോടി രൂപ അച്ചീവ് ചെയ്യാൻ ഏതൊരു സാധാരണക്കാരനും സാധിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു വലിയ വ്യവസായമാണ്. അതിൽ നിങ്ങൾക്ക് എങ്ങനെ വിജയിക്കാൻ വേണ്ടി സാധിക്കും, നിങ്ങളുടെ ഭാവി തലമുറയെ നിങ്ങൾക്ക് എങ്ങനെ വാർത്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നു പഠിപ്പിക്കുന്ന 2 ദിവസത്തെ ട്രെയിനിങ്. വെറും 2000 രൂപ, അവിടെ താമസത്തിനും ഭക്ഷണത്തിനും മാത്രമുള്ള കാശ്. ആ ഭക്ഷണം മാത്രം കഴിച്ചാൽ നിങ്ങൾക്ക് മതിയാവും, മനസ്സിലാവും. ഇത് 2000 രൂപ മതിയായിരുന്നില്ലായിരുന്നു, മനസ്സിലായ? അതുകൊണ്ട് നിങ്ങളൊരു 50 പിപിയുടെ ഡയറക്ട് സെല്ലിന്റെ അടുക്ക് പോയിട്ട് 2000 രൂപ കിട്ടത്തില്ലേ? അതുകൊണ്ട് വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആ പ്രോഗ്രാമിൽ എത്തുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. നിങ്ങൾ വരുന്നതോടൊപ്പം നിങ്ങളുടെ ജീനിയസ് എന്നും വിന്നേഴ്സ് എന്നും എത്ര പേരെ നിങ്ങൾക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ ഒരു അളവുകോൽ എന്ന് പറയുന്നത്. നിങ്ങൾ വരണം, അതോടൊപ്പം ജീനിയസ് എന്നും വിന്നർ സൈഡിൽ നിന്നും പരമാവധി ആളുകളെയും കൂടി നിങ്ങൾ പങ്കെടുപ്പിക്കാൻ നോക്കുക. ഇനി കുറച്ച് സീറ്റേ ഉള്ളൂ, ഒരു 15 താഴെ സീറ്റേ ഉള്ളൂ, എല്ലാം ഫില്ലായി കഴിഞ്ഞു. ഇനി ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ 1000 രൂപയെങ്കിലും ഇന്നിട്ട് ബുക്ക് ചെയ്യാം. ബാക്കിയുള്ള ബാലൻസ് amount 2 ദിവസം കൊടുക്കുക. ഇത് 3 ദിവസം 4 ദിവസമേ ഉള്ളൂ. ഇന്നിപ്പോ ബുധനാഴ്ച, അടുത്ത ബുധനാഴ്ച നമ്മുടെ പ്രോഗ്രാം തീരും ഇല്ലേ? അടുത്ത ചൊവ്വയും ബുധനാണ്, ഇന്ന് ബുധനായി. വിരലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും അതിനകത്തേക്ക് പങ്കാളികളാകുക. വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ പങ്കാളികളാകുക എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അതുപോലെ പ്രോഗ്രാം സെന്ററുകൾ നമുക്ക് നിറഞ്ഞു കവിയുന്ന രീതിയിലേക്ക് മാറ്റണം. നാളെ കോഴിക്കോട് BOP ആണ്. ആ പ്രദേശത്തിലെ എല്ലാ ലീഡേഴ്സും അവിടെ എത്തണം. ഞാൻ കുറെ പ്രോഗ്രാമിൽ പങ്കെടുത്തോളൂ, എല്ലാവരും അവിടെ എത്താൻ ശ്രമിക്കുക. അതുപോലെ ശനിയാഴ്ച 21-ാം തീയതി ശനിയാഴ്ച നമ്മുടെ ആലപ്പുഴയിൽ പ്രോഗ്രാം നടക്കുകയാണ്. ആലപ്പുഴയിൽ കുറച്ച് നാളായി നമ്മുടെ പ്രോഗ്രാം നടക്കാത്തത്. അതുകൊണ്ട് ആലപ്പുഴ പ്രോഗ്രാം സെന്ററിനെ എല്ലാവരും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ടീം ലീഡേഴ്സും മാക്സിമം ഗസ്റ്റുകളുമായിട്ട് അവിടെ എത്തണം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആലപ്പുഴ നമ്മൾ പ്രോഗ്രാം വെച്ചിരിക്കുന്നത് ഉച്ചക്കാണ്, 2 മണിക്കാണ്. ആലപ്പുഴ 2 മണിക്കാണ് പ്രോഗ്രാം. എല്ലാ ലീഡേഴ്സും പരമാവധി ഗസ്റ്റുകളുമായിട്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് എത്തണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. എന്തായാലും ഈ ട്രെയിനിങ്ങിന്റെ അവസരത്തെക്കുറിച്ചും ഇതിന്റെ സാധ്യതയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ സംസാരിച്ച നമ്മുടെ പ്രിയങ്കരനായ ലീഡർ സുരേഷ് സാറിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് കാണാനും കൂടുതൽ സെയിൽസ് എടുക്കാനും നമ്മുടെ ലക്ഷ്യമായ കോടീശ്വര പദവിയിലേക്ക് എത്രയും വേഗം ഈ 2026 അവസാനിക്കുമ്പോഴേക്കും എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. അതിൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും ശക്തിയും ആവേശവും മനസ്സും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഈ ബെട്ടോറിയം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്.